ദിവിഷാണ് മഴ ഇനി എങ്ങനെ എന്നുള്ള അപ്ഡേറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദിവിഷ വരുന്ന 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് 8 ജില്ലകളിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ മാപ്പുകളിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം എന്താണ്? IMD എന്ത് പറയുന്നു? ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായ അതിതീവ്ര മഴ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവാനുള്ള സാധ്യത എത്രമാത്രം? അഭിലാഷ്, ഇപ്പോൾ നേരത്തെ നിതിൻ സൂചിപ്പിച്ച പോലെ മലയോര മേഖലകളിലൊക്കെ ഇപ്പോൾ മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ അല്ലെങ്കിൽ മഴ മുന്നറിയിപ്പിൽ IMD വരുത്തിയിരിക്കുന്ന മാറ്റം 1 മണി വരെയുള്ളതിൽ 7 കേരളത്തിൻ്റെ പകുതി റെഡ് അലർട്ടിലേക്ക് മാറി എന്നതാണ്. ഇപ്പോൾ നിലവിൽ ഈ നമ്മൾ ദുരിതാവസ്ഥകളൊക്കെ കണ്ട പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ, കോട്ടയം ജില്ലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. നിലവിൽ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ഇങ്ങനെ ഇത്രയും ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ വടക്കോട്ട് 7 ജില്ലകളും റെഡ് അലർട്ട് ആയിരിക്കുന്നു എന്നതാണ്. കാരണം നമ്മൾ നേരത്തെ 1 മണിക്കൂർ മുമ്പ് ഈ മഴ മുന്നറിയിപ്പ് പറയുമ്പോൾ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെ 7 ജില്ലകളിൽ തൃശ്ശൂർ മുതൽ അങ്ങോട്ട് വടക്കോട്ട് റെഡ് അലർട്ട് 1 മണി വരെയുള്ള ഒരു അലർട്ടാണിത്. കാരണം ഏത് നിമിഷവും കനത്ത മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് എന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ അങ്ങോട്ടുള്ള മഴ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ നാളെ മുതൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അത്ര ശക്തമായ മഴയല്ല എന്നതാണ് നേരത്തെ നമ്മൾ പങ്കുവച്ച വിവരമാണ്. ഇത് 10 മണിക്ക് നൽകിയ അലർട്ടിൽ നിന്നുള്ള മാറ്റമാണ് ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ച തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഇപ്പോൾ റെഡ് അലർട്ടിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ 7 ജില്ലകളിൽ, തെക്കോട്ട് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വടക്കോട്ട് 7 ജില്ലകളിൽ റെഡ് അലർട്ടും എന്നതാണ് ഇപ്പോഴത്തെ കണക്ക്. നാളെ എന്തായാലും നിലവിൽ ഇത്ര ശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ആകെ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, ഒപ്പം തന്നെ വടക്കോട്ട് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ബാക്കിയിടങ്ങളിൽ അങ്ങനെ അലർട്ടുകളില്ല. മറ്റ് ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെയും അല്ലെങ്കിൽ മറ്റന്നാളുമൊക്കെ അത്ര ഭീകരമായ അല്ലെങ്കിൽ അതിശക്തമായ മഴ ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. പക്ഷേ നമുക്കറിയാം ഇത് ഇന്നലത്തെ എന്താണ് ഇങ്ങനെ ഒരു അസാധാരണമായ സംഭവം എന്നത് കാലാവസ്ഥാ വിദഗ്ധരടക്കം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിതിനൊക്കെ സൂചിപ്പിച്ച പോലെ ഇന്നലെ രാത്രി വരുമ്പോൾ ചെറിയ തോതിൽ വെള്ളമുണ്ടായിരുന്ന പമ്പ രാവിലെ ആകുമ്പോഴേക്കും കവിഞ്ഞൊഴുകി മറ്റിടങ്ങളിലേക്ക് വെള്ളം കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ രാത്രിയും ഈ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ റെഡ് അലർട്ടിന് സമാനമായ മുൻകരുതൽ വേണമെന്നതാണ്. അത് ഒരിക്കലും നമ്മുടെ ഒരു ജാഗ്രതക്കുറവിന് വേണ്ടിയുള്ള അലർട്ടല്ല. ദിവിഷ് വിവരങ്ങൾ നൽകുകയാണ്. ഇതിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം ദിവിഷ് കാണിച്ച നാളത്തെയും മറ്റന്നാളത്തെയും മാപ്പിൽ എവിടെയും റെഡ് ഇല്ല, ചുവപ്പില്ല എന്നുള്ളതാണ്. പക്ഷേ പെട്ടെന്നാണ് സ്ഥിതിഗതികൾ മാറുന്നതെന്ന പ്രശ്നം കൂടിയുണ്ട്.